കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ ആൾക്കാരും ഒരു 30 അല്ലെ 35 വയസ്സുള്ള ആൾക്കാർ വിവാഹത്തിന് തടസ്സം, എൻ്റെ വിവാഹം നടക്കുന്നില്ല സാറേ, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് എന്താണ് കുഴപ്പം, എന്ത് പരിഹാരമാർഗമാണ്, എന്ത് പൂജയാണ് ഞാൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, അപ്പോൾ ഏത് പൂജ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നതായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. വിവാഹത്തിൻ്റെ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനിലയിലോ ജാതകത്തിലോ ഉള്ളത് മാത്രമല്ല വിവാഹ തടസ്സമായിട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഗ്രഹനിലയിൽ 7ലോ 8ലോ, അപ്പോൾ സ്ത്രീ ജാതകാൽ 7ാം ഭാവവും 8ാം ഭാവവും പ്രധാനമാണ്. പുരുഷ ജാതകാൽ 7ാം ഭാവം വിവാഹസ്ഥാനം, അഷ്ടമോ ആയുർസ്ഥാനമാണ്. പുരുഷൻ്റെ ആയുസ്സാണ് 8ാം ഭാവം കൊണ്ട് നോക്കുന്നത്. എന്നാൽ സ്ത്രീയുടെ വിവാഹസ്ഥാനം 7ാം ഭാവവും ദാമ്പത്യ ബന്ധം, അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ബന്ധം 8ാം ഭാവം കൊണ്ടും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയിലെ 7ാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നോ ആ ഭാവത്തിന് ബലമുണ്ടോ സ്ഫുടമൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഭാവാധിപനെ നല്ല ഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ടോ, മറ്റ് ഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ ഹനിച്ച് നിൽക്കുന്നുണ്ടോ എങ്കിൽ ആ ഗ്രഹപ്പഴയ്ക്ക് ആ ഗ്രഹങ്ങൾക്കുള്ളതും ആ ഗ്രഹസങ്കല്പമായിട്ടുള്ള ദേവതകൾക്കും പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വിവാഹത്തിന് തടസ്സമുണ്ടെങ്കിൽ മാറിക്കിട്ടും. 2, കുടുംബപരമായിട്ടുള്ള ചില ദോഷങ്ങളും വിവാഹ തടസ്സത്തിന് ഒരുപാട് കാരണങ്ങളാകും. എന്നുവെച്ചാൽ മുജ്ജന്മം ഇല്ല എന്ന് ചില ജ്യോത്സ്യന്മാരൊക്കെ പറയാറുണ്ട്. മുജ്ജന്മം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിപ്തമായിട്ടും കൃത്യമായിട്ടും ഗ്രഹനില പരിശോധിക്കാൻ അറിയാവുന്ന ഒരു ജ്യോത്സ്യന് 9ാം ഭാവം കൊണ്ടും അതിൻ്റെ ഭാവങ്ങളുണ്ട്. അത് നമ്മളിതിനകത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അതൊരു ഗ്രഹനില കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 4ാം ഇടം കൊണ്ടും ഒക്കെ പറയാം. അത് ഏതാണ് മുജ്ജന്മം വെച്ചാൽ ധർമ്മദൈവം ഏതാണ്, ദേവിയാണോ ദേവനാണോ, ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. അത് നന്നായിട്ട് പഠിച്ച ഒരു ജ്യോത്സ്യനെ കൊണ്ട്, ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട്, ഉപാസനാശക്തി ബലമുള്ള, പാരമ്പര്യമായിട്ട് കിട്ടിയ ഉപാസനാശക്തി ബലമുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അത് പറയാൻ സാധിക്കും. അത് കൃത്യവുമായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ മുജ്ജന്മത്തിൽ എന്തെങ്കിലും ദോഷമോ ദുരിതമോ ഉണ്ടെങ്കിലും വിവാഹമായിട്ടുള്ള തടസ്സങ്ങൾ കൂടുതലുണ്ടാകാം. പിന്നെ 2, ചില ആൾക്കാർ തമ്മിൽ വിവാഹം എത്ര നോക്കിയാലും 36 വയസ്സുള്ള ഒരാൾ ചിലർ വന്നിട്ട് പറയും എൻ്റെ മോടെ കല്യാണം അല്ലെ എൻ്റെ മകൻ്റെ കല്യാണം 36 വയസ്സായി, 29ാമത്തെ വയസ്സ് തൊട്ട് നോക്കുകയാണ്, ഇതുവരെ നടക്കുന്നില്ല. പരിഹാരങ്ങൾ ഇഷ്ടം പോലെ, സ്വയംവര യന്ത്രം ഇട്ടു, സ്വയംവര പൂജ കഴിച്ചു, സുദർശനം നടത്തി, വീട്ടിലെ പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മാറ്റി, ഇതൊക്കെ പറയും. പക്ഷെങ്കിൽ ആ ഗ്രഹനില നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചില രക്ഷകർത്താക്കളോടും നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ തുറന്നു പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് കുറേയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. എൻ്റെ അറിവിൽ നിന്നും എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ്. കാരണം എന്താ വെച്ചാൽ പൂർവ്വപരമായിട്ട് ഈ 30 വയസ്സിന് മുമ്പോ അല്ലെങ്കിൽ ഈ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പോ ഏതെങ്കിലും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അത് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ബന്ധാത്മാവ്, അത് മാനസികമായിട്ടാണെങ്കിലോ ശാരീരികവുമായിട്ടാണെങ്കിൽ സംവത്സരം, പിന്നെ ആ കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ 12 വർഷം കഴിഞ്ഞതിന് ശേഷമേ ഒരു യോഗം ഉണ്ടാകത്തുള്ളൂ. ഒരു സ്ത്രീയും പുരുഷനും കൂടെ കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിവാഹ ബന്ധത്തിന് അവരുടെ ശാരീരികവും മാനസികമായിട്ട് ബന്ധം ഒന്നിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. അതിനാണ് ഇവർ വേറെ പരിഹാരങ്ങൾ, സ്വയംവരവും മറ്റും എല്ലാത്തിനും ഈ എല്ലാവരും സ്വയംവര അർച്ചന, സ്വയംവര പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി കൊണ്ടുള്ള വശ്യ ഗണപതി ഹോമം, സ്വയംവര മന്ത്രം വെച്ചാൽ ഓം ഹ്രീമി യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയ മമ വശം ആകർഷയ എന്നുള്ള ഒരു മന്ത്രമാണ് സ്വയംവര മന്ത്രം. അതിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും നാളും നക്ഷത്രവും ചേർത്തോ, അല്ലെങ്കിൽ സ്ത്രീയുടെ ചില അകന്നു നിൽക്കുന്ന ആൾക്കാർക്ക് സ്ത്രീയുടെയും പുരുഷൻ്റെയും നാളും നക്ഷത്രം ചേർത്തും, അല്ലാത്ത തടസ്സമുള്ളവർക്ക് സ്ത്രീയാണെ സ്ത്രീയുടെയും പുരുഷനാണെ പുരുഷൻ്റെയും നക്ഷത്രവും ചേർത്ത് വ്യക്തവും ശുദ്ധവുമായിട്ട് ആ മന്ത്രം ചൊല്ലി ഋഷിയും ഛന്ദസ്സും ദേവതയെ അറിഞ്ഞ് അതിൻ്റെ ധ്യാനമുണ്ട്. ശംഭുഞ്ജകൽ മോഹന രൂപപൂർണം വിലോക്യ ലജ്ജാകുലിതാസ്മിതാഢ്യം മധൂകമാല എന്നും പറഞ്ഞിട്ടുള്ള ആ ശ്ലോകമുണ്ട്. സ്വസഖീകരാഭ്യ എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ
ഇരപ്പപ്പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ദേവി വെച്ചാൽ ലജ്ജാവതിയായിട്ട് ശിവനെ കണ്ട് പ്രേമപൂരിതമായി ലജ്ജാവതിയായിരിക്കുന്ന ആ ധ്യാനത്തോടുകൂടി ഋഷിയും ഛന്ദസ്സും അറിഞ്ഞ് ആ മന്ത്രം ജപിച്ച് പൂ കൊണ്ട് ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ശ്രീ പാർവതി ദേവിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള യോഗാവസ്ഥ കൂടുതലാണ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ജാതകവശാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷകർത്താവിനോടോ മറ്റാളിനോടോ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ബന്ധം ആ കുട്ടിക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല, അല്ലെങ്കിൽ ആ പുരുഷന് പോലും അറിയത്തില്ല. അബദ്ധധാരണയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമേ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ മുഹൂർത്തം കുറിക്കുന്നു, അല്ലെങ്കിൽ താലി കെട്ടുന്ന മുഹൂർത്തം കുറിക്കുന്നു, അല്ലെ വിവാഹത്തിനുള്ള സമയം എപ്പോഴാണ് സാറേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താ, ഒരു സ്ത്രീലോല സുരതോപചാര കുശല എന്നുവെച്ചാൽ സ്ത്രീയും പുരുഷനും ബന്ധമാകേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയമാണ് വിവാഹയോഗം എന്ന് പറയുന്നത്, അല്ല താലി കെട്ടുന്നതല്ല. താലി കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങ് പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങാണ്. താലിയാണ് ഒരു സ്ത്രീയുടെ ജന്മത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. അതൊരു ചടങ്ങ്, ഒരു ചടങ്ങല്ല, പ്രധാനമായ ചടങ്ങാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ആ താലി കൊണ്ടാണ് നമ്മൾ വധൂവരന്മാരെ ബന്ധിക്കുകയും അവരുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ഗ്രഹനില പരിശോധിച്ച് കവടി കൂടെ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പേരും നാളും വെച്ച് കവടി വെച്ച് നോക്കി അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തെ കൂടെ മാറ്റി നിർത്തിക്കൊണ്ട്, ചിലപ്പം ചില വീട്ടിൽ പരദേവതകൾ കാണും, ചിലപ്പം വെച്ചാരാധന കാണും, നാഗരാജാവ് കാണും, നാഗേക്ഷി കാണും, അല്ലെങ്കിൽ ശാപം. ചില ആൾക്കാർക്ക് ശാപം ഉണ്ടാവും. ഇപ്പം ശാപം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ശാപം ഫലിക്കത്തില്ലെന്ന്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഒരു 25 ലക്ഷം രൂപയുടെ ഒരു വണ്ടി എടുത്തു. അപ്പോൾ ഉടനെ ഞാനതിൽ പോകുമ്പോൾ, ആഹാ സാറ് 25 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തോ, ഇത്രയും പറഞ്ഞാൽ മതി. ഒരു 10 ചവിട്ടടി അപ്പുറത്ത് പോകുമ്പോഴത്തെ ടയർ പഞ്ചറായി പോകും, അല്ലെങ്കിൽ ആ വണ്ടി തട്ടും, അല്ലെങ്കിൽ ആ മുട്ടും. അതെന്തുകൊണ്ടാണ്? ശാപമാണ്, വാക്കിൽ നിന്ന് പോന്നിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. ചില വീട്ടിലൊക്കെ നല്ല കൊല ഇങ്ങനെ കായ്ച്ചു നിന്ന് കഴിഞ്ഞാൽ, വാഴക്കൊല കായ്ച്ചു നിന്ന് കഴിഞ്ഞാൽ ചുമ്മാ ചില ആൾക്കാർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കൊള്ളാമല്ലോ നല്ല വാഴക്കൊലയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി, 10 സെക്കൻഡ് വേണ്ട താഴെ പോകും. ഇങ്ങനെയുള്ള ശാപാവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പ്രേമത്തിലും ചെറിയ ശാപങ്ങളുണ്ടാവും. ഈ ശാപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെണ്ണ് കാണാൻ ചെന്നു, സുന്ദരിയായ ഒരു പെണ്ണാണ്, ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പറയും, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാൽപ്പായസം നടത്തിയേക്കാം, ഗുരുവായൂരൊരു പഞ്ചസാര കൊണ്ടൊരു തുലാഭാരം നടത്തിയേക്കാം, എനിക്ക് ആ സ്ത്രീയെ കിട്ടണേ. അതൊരു ശാപമാണ്. ശാപമല്ല, അതിന് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ യോഗം കാണത്തില്ല, കുട്ടി ഈ ആളുമായിട്ട് വിവാഹം കഴിക്കാനുള്ള യോഗം കാണത്തില്ല. അങ്ങനെയുള്ള ശാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭഗവാൻ അത് കവടി വെച്ച് നോക്കി ഇന്ന ആൾക്കാർക്കാണെന്നുള്ളതനുസരിച്ചിട്ട് അതിനുള്ള പരിഹാരം ചെയ്താൽ മതി. ഇത് എല്ലാവരും ഇപ്പോൾ വിവാഹ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ പൂജ, 50,000 രൂപയുടെ പൂജ ഇപ്പം ചുമ്മാതങ്ങ് ഹോൾസെയിലായിട്ട് ആൾക്കാരങ്ങ് നടത്തുകയാണ്. കാര്യം ഇത് ചുമ്മാതങ്ങ് പൂജ നടത്തുക. ഈ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയംവര പൂജ, ഒരു 50,000 രൂപ മേടിക്കുക, അല്ലെങ്കിൽ 60,000 രൂപ മേടിക്കുക. അത് എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഉപാസന എന്താണ്, മന്ത്രം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർ പോലും, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ തന്നെയും ഒരു ചെറിയ പാരമ്പര്യേതരമല്ലാത്ത ചില ആൾക്കാർ ഈ കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി PG ഒക്കെ കഴിഞ്ഞോ അല്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടോ ഒന്നും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചിലപ്പം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയുമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ചില ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത് നോക്കിയിട്ട് വിവാഹ തടസ്സമാകുക. അതിനകത്ത് കാണുക ഏതായാലും ഒരു കമ്പ്യൂട്ടറിൽ തരുന്നത് ഞാൻ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ കൊടുത്തിരിക്കുന്ന സാധനം തന്നെ തിരിച്ചു തരാൻ പറ്റുള്ളൂ. ആ കൊടുത്തിരിക്കുന്ന സാധനമാണ് തിരിച്ചു തരുന്നത്. 77 ഒരു ഗ്രഹനില, 88 ഒരു ഗ്രഹനില. അതിന് ചിന്തിക്കാനോ മറ്റു കാര്യത്തിനോ ഉള്ള കഴിവില്ല. കവടി എന്ന് പറഞ്ഞാൽ നിമിത്തം, ഒരു നിമിത്തം കൊണ്ട് ഫലം പറയാൻ പറ്റും, ഒരു ഉപാസനാശക്തി കൊണ്ട് ഫലം പറയാൻ പറ്റും. ആ ഫലത്തിൽ വരുന്നതായിട്ടും കവടി വെച്ച് നോക്കി ഗ്രഹനിലയുടെ താരതമ്യപ്പെടുത്തി 2-3-4 കൂട്ടം കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു പ്രശ്നം വെച്ച്, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം വെച്ചിട്ട് അതിനൊരു പരിഹാരമാകുന്നത്. അങ്ങനെ ഒരു പരിഹാരം ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പുഷ്പാഞ്ജലി മതി ഒരു വിവാഹം നടക്കാൻ, ചിലപ്പോൾ ഒരു വഴിപാട് മുടങ്ങിക്കിടക്കുന്നത് മതി ഒരു വിവാഹം നടക്കാൻ. അങ്ങനെയൊക്കെയുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വേണം വിവാഹ തടസ്സത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനും. അത് നല്ല ഉത്തമനായിട്ടുള്ളൊരു ജ്യോത്സ്യനെ കണ്ടതിന് ശേഷം കവടി വെച്ച് നോക്കി, കുടുംബ പ്രശ്നമൊക്കെ വെച്ച് നോക്കി, ആ വിവാഹത്തിൻ്റെ ആയിട്ടുള്ള യോഗ സമയത്ത് അതാത് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടുപോയി കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള വിവാഹം നടക്കും. ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇന്ന ദിക്കിന്ന് വരും, ഇന്ന രീതിയിലുള്ള ആളായിരിക്കാം, ഇന്ന സന്താനങ്ങളുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടാകും, അവർക്ക് വീടുണ്ടാകുമോ, വാഹനം വെച്ചാൽ ധനേ വേജ പാതാളെ ജാമിത്രേജ അഷ്ടമേ കുജേ. ധനം കൊണ്ട് ധനം ഉണ്ടാകുമോ, വ്യയം കൊണ്ട് അവരുടെ നഷ്ടങ്ങൾ
വേയജ പാതാളം കൊണ്ട് അവരുടെ വീടുണ്ടാകോ, വസ്തു ഉണ്ടാകോ, ഭൂമി ഉണ്ടാകോ. ധനേ വേയജ പാതാളെ ജാമിത്രേജ അഷ്ടമി. ജാമിത്രം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധാവസ്ഥ ഉണ്ടാവോ, നല്ല ബന്ധങ്ങളായിരിക്കുമോ, മുന്നോട്ട് പോകുമോ. ജാമിത്രേജ അഷ്ടമേ കുജയ അവരുടെ ആയുസ്, അവർ ഒന്നിച്ച് താമസിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയുടെ സമയം നോക്കാൻ വന്നാലും ആദ്യം ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട എത്ര നാൾ മുന്നോട്ട് ഓടും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ, തടസ്സമുണ്ടോ, അത് ചെയ്യണം എന്നാണ് ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിനും ആയുസ് നോക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വേണം വിവാഹത്തിൻ്റെ തടസ്സത്തിനുള്ള പൂജകളോ പരിഹാരങ്ങളോ ചെയ്യാനെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ സ്വയം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ എൻ്റെ അറിവിൽപ്പെട്ടതാണ് ഞാനിപ്പം പറഞ്ഞു തന്നിരിക്കുന്നത്. അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ എൻ്റെ അനുഭവത്തിൽ കുറച്ചൊക്കെ പരിഹാരങ്ങളും കുറച്ചൊക്കെ കാര്യങ്ങളും വിവാഹമൊക്കെ ഒരു 150 ദിവസം അല്ലെങ്കിൽ 160 ദിവസം കൊണ്ട് നടന്നിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹത്തിന് എല്ലാവരും ചെയ്യുന്നൊരു സംഭവം സ്വയംവരമാണ്. സ്വയംവരം ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതാത് സമയങ്ങളിൽ വരുന്ന സമയത്തിൻ്റെയും ഇങ്ങനെയുള്ള ദോഷത്തിൻ്റേതുമായിട്ടുള്ള മാർഗത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 50,000 മുടക്കേണ്ടത് ചിലപ്പോൾ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ മതി. പക്ഷേ അത് ഒളിഞ്ഞു കിടക്കുന്ന സാധനമാണ്. അത് കവടി വെച്ച് നോക്കിയതിന് ശേഷം നല്ല അറിവുള്ള ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ച് അതിന് പരിഹാരം ആ പുഷ്പാഞ്ജലി നടത്തി കഴിയുമ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പുരുഷൻ്റെ വിവാഹം നടന്നിരിക്കും. അല്ലെ ആ യോഗത്തിൽ സന്യാസയോഗം വേണം. സന്യാസയോഗത്തിനും പ്രാബല്യമുണ്ട്. ചില ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ സന്യാസയോഗം വരും. പക്ഷേ സന്യാസി ആണെങ്കിലും വിവാഹം എന്നും ഉണ്ടാവും. മുമ്പേ പറഞ്ഞില്ല, ശ്രീലോല സുഹൃതോപചാരൂശല സ്ഥാപനേഷണ ശാസ്ത്രവിദ്യ. എത്ര വലിയ പഴയ ഋഷിമാരാന്നേലും മുനിമാരാന്നേലും സ്ത്രീകളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെയും കണ്ടിട്ടില്ല. ഒരു മുനിമാരും ഇല്ല, ഒരു യോഗികളും ഇല്ല, ഒരു സന്യാസിയുമില്ല. ഒരു പ്രാവശ്യമെങ്കിലും വെച്ചാൽ പ്രപഞ്ചവും ശക്തിയും എല്ലാം കൂടെ ഒന്നിച്ചെങ്കിൽ മാത്രമേ, ഇപ്പം നമ്മൾ പറയുന്നു അയ്യപ്പന് ശബരിമല അയ്യപ്പൻ പിന്നെ അടുത്ത് മാളികപ്പുറത്തമ്മയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അവിടെ ഇരിക്കുകയുള്ളൂ. ഒരു സ്ത്രീയുടെ സാന്നിധ്യം അത് ആരുമാകാം. അതിപ്പോൾ ഭാര്യ വേണമെന്നോ അല്ലെങ്കിൽ മറ്റാൾ വേണമെന്നില്ല. ഒരു സ്ത്രീ സാന്നിധ്യമുള്ള ആൾക്കാർക്ക് ചില ശക്തി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ എന്താ പറയുക ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഉമാമഹേശ്വരന്മാരെ പ്രസാദിപ്പിക്കുക, സ്വയംവര മന്ത്രങ്ങൾ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുക, ഉമാമഹേശ്വര പൂജ നടത്തുക. അത് കവടി വെച്ച് നോക്കി വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്കും വിവാഹ സംബന്ധമായിട്ടുള്ള ശാപങ്ങൾക്കും വിവാഹ സംബന്ധമായിട്ടുള്ള ചിലർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്ന കുട്ടിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കണേ ഭഗവതി, ഞാൻ ഇന്ന് തന്നേക്കാം, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മ, അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മ ഇന്ന് തന്നേക്കാം, അല്ലെങ്കിൽ ഇന്ന വഴിപാടുകൾ നേരും, അല്ലെങ്കിൽ ഞാൻ സ്വർണ്ണം കൊണ്ടൊരു വിളക്ക് തന്നേക്കാം, വെള്ളി കൊണ്ടൊരു വിളക്ക് തന്നേക്കാം, ഞാൻ നേരിട്ട് വന്ന് അവിടെ കത്തിച്ചേക്കാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വാശി വരും. അതൊക്കെ വെടിയുക. നമ്മുടെ കുട്ടിയുടെ വിവാഹം നടക്കേണ്ട സമയത്ത് ആ സമയത്ത് നടക്കും. അതിന് മറ്റുള്ളവരെ കരുവാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ദോഷ വിചാരങ്ങളൊക്കെ നമ്മളിൽ മാറ്റുക. ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹ സംബന്ധിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്നവർ ഇങ്ങനെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് കവടി വെച്ചിട്ട് പരിഹാരങ്ങൾ തേടുന്നതായിരിക്കും ഉത്തമം. എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. എല്ലാ ആൾക്കാരുടെയും അല്ലെങ്കിൽ വിവാഹ തടസ്സമുള്ള ആൾക്കാർക്കും ഇതൊരു എന്താ പറയുക ഒരു ചെറിയ അറിവായിട്ട് മാത്രം നിങ്ങൾ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.